ഓക്കെ, റെഡി? നോക്കിയാട്ടെ. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. തൊട്ടു മുന്നേ നമ്മൾ എന്താ പഠിച്ചേ? തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചത് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള അനുപാതമാണ് അല്ലേ? ഇത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അതെപ്പോഴും എങ്ങനെയാണ് കിട്ടുന്നത്? ദൂരം ബൈ സ്ഥാനാന്തരം നമ്മൾ എടുത്ത് കിട്ടുന്ന റേഷ്യോ എപ്പോഴും എങ്ങനെയാണ് കിട്ടേണ്ടത്? നമ്മുടെ ഒന്നിനേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം അല്ലെ? ഒന്നിനേക്കാൾ വലുതാണ് കിട്ടുന്നത്, ഒന്നിനേക്കാൾ വലുതോ തുല്യമായിട്ടാണ് വരുന്നത്. ഇവിടെ തിരിച്ച സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചേക്കുന്നത്. സ്ഥാനാന്തരവും ദൂരവും അല്ലേ? ഇങ്ങനെ തിരിച്ച് സ്ഥാനാന്തരം അതുപോലെ ദൂരം തമ്മിലുള്ള അംശബന്ധം എടുത്താൽ ശരിയല്ലേ? എപ്പോഴും എന്തായിരിക്കും? ഇത് ചെറുതായിരിക്കും അല്ലേ? ഒന്നായിരിക്കും വലുത്, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഒന്ന് വലുത്, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ആണ് കേട്ടോ. നോക്കിക്കോണേ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പം നോക്കിക്കോണേ, നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പോവാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാണ്. സ്ഥാനാന്തരം അതുപോലെ ദൂരം കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു സർക്കുലാർ പാതയാണ്, അതിൻ്റെ റേഡിയസ് 6 ആണ്. എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ സഞ്ചരിക്കുകയാണ്. അയാൾ ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ജി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കറങ്ങി തിരിഞ്ഞ് അവസാനം എവിടെ തന്നെ എത്തുന്നുണ്ട്? എയിലെത്തുന്നുണ്ട്. ഇതാണ് സഞ്ചാരപാത. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നുണ്ട്, എയിൽ നിന്ന് സിയിലേക്ക് പോകുന്നുണ്ട്, എയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നുണ്ട്, എയിൽ നിന്ന് എവിടേക്കും പോകുന്നുണ്ട്? തിരിച്ച് എയിലേക്കും പോകുന്നുണ്ട്. ഇത്രയും സ്ഥലത്തേക്കാണ് അയാൾ പോകുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ പറഞ്ഞ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അയാളുടെ ഡിസ്റ്റൻസ് എന്ത്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ത്, ഇതാണ് നമുക്ക് ഇവിടുന്ന് കണ്ടെത്തേണ്ടത്. നോക്കിക്കോണേ, വേഗത്തിൽ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? സർക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്, സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. പിടിയിട്ട് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ. അപ്പോൾ ഈ ഡേറ്റയ്ക്കകത്ത് നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടെത്തുമെന്ന് നോക്കാം. നോക്കിക്കോണേ, ഇത് സർക്കിൾ അല്ലേ? ആണ്. അതിന്റെ റേഡിയസ് 6 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റളവത്തായിരിക്കും, ചുറ്റുള്ള അളവത്തായിരിക്കും 2πr ആയിരിക്കും. അതായത് ഇവിടുന്ന് ഒരു തവണ ഫുള്ളായിട്ട് ചുറ്റി വന്നാൽ 2πr വരില്ലേ? വരും. അപ്പൊ എ തൊട്ട് എ വരെ കറങ്ങി വന്നാൽ ഡിസ്റ്റൻസ് എത്ര വരും? 2πr വരില്ലേ? മനസ്സിലായോ? ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ എ തൊട്ട് കറങ്ങി എ വരെ വന്നാൽ ഡിസ്റ്റൻസ് 2πr. ഒരു സംശയം വേണ്ട. എ തൊട്ട് കറങ്ങി എ വരെ തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് 0. കാരണം എന്താ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒരു പോയിന്റിൽ വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ആ രണ്ടുത്തരം നമുക്ക് കിട്ടി. ഇനി നോക്കിക്കോണേ, എ തൊട്ട് എ വരെ കറങ്ങി വന്നാൽ സർക്കിളിന്റെ ഫുൾ ദൂരമാണ് അല്ലേ കറങ്ങി വരുന്നത്, ചുറ്റളവാണ് കറങ്ങി വരുന്നത്, അത് 2πr. അങ്ങനെയാണ് എൻ്റെ നേരെ പകുതി ദൂരം വന്നാൽ പകുതി ദൂരം പോയാൽ പോരെ. അതായത് എ തൊട്ട് സി വരെ വരുമ്പോൾ ശരിക്കുള്ള 2πrന്റെ നേരെ പകുതി വന്നാൽ മതി. എന്ന് വെച്ചാൽ 2ഉം 2ഉം കട്ടായി പോയി. πr എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. മനസ്സിലായോ? എ തൊട്ട് സി വരെ വരിക എന്ന് വെച്ചാൽ നേരെ പകുതി 2πr മൊത്തത്തിൽ, അതിൻ്റെ നേരെ പകുതി πr. ഓക്കെ, അങ്ങനെയാണ് ഇതല്ലേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു 6 ഉണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു 6 ഉണ്ട്. 6ഉം 6ഉം ചേർന്നാൽ ഡിസ്പ്ലേസ്മെന്റ് 2r എന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരുന്നത്? 2r. ഡിസ്പ്ലേസ്മെന്റ് 2r, ഡിസ്റ്റൻസ് πr. ഓക്കെ അല്ലേ? ഇനി നോക്കിയാൽ എ തൊട്ട് ബി വരെ നോക്കാം. നിങ്ങൾക്ക് അറിയാലോ ഈ സർക്കിൾ മൊത്തത്തിൽ ഇത്രയുണ്ട്, അതിന്റെ നേരെ പകുതി ഇത്രയാണ്. ആ പകുതിയുടെ പകുതിയാണ് എ ബി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഈ πr കിട്ടിയതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരായോ? πr/2. അപ്പം ഡിസ്റ്റൻസ് കിട്ടി. അപ്പം ഈ ദൂരം ഇത്രയും ദൂരം πr/2 ആണ്. അപ്പം മനസ്സിലാക്കണം, ഓരോ ദൂരവും ഇതെല്ലാം എന്ത് തന്നെയാണ്? πr/2. ഇങ്ങനെ 4 πr/2 ചേർന്നിട്ടാണ് 4 πr/2 ചേർന്നിട്ടാണ് മൊത്തത്തിലുള്ള എന്തുണ്ടായിരിക്കുന്നത്? 2πr ഉണ്ടായിരിക്കുന്നത്. പിടി കിട്ടിയോ? ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ എന്താ അറിയേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ആണോ നോക്കിയതാ?
ഇതല്ലേ ഷോർട്ടസ്റ്റ് പാത്ത് ആണ്, അത് കണ്ടെത്തിയാൽ പോരായോ? അതുപോലെ എ തൊട്ട് ഡി വരെ സഞ്ചരിച്ച ആളെ സംബന്ധിച്ച് ഇവിടെ അല്ലേ ഷോർട്ടസ്റ്റ് പാത്ത്, അത് കണ്ടെത്തിയാൽ പോരായോ? മതി. ഇവിടെ നോക്കിയേ, റൈറ്റ് ആംഗിളിന് ട്രയാംഗിൾ ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 6 ആണ്. കാര്യം ഇതെല്ലാം റേഡിയസ് ആണ്, ശരിയല്ലേ? സോ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് അല്ലേ മൂന്നാമത്തെ സൈഡ് കാണാൻ r² + r² ചെയ്താൽ മതി. എന്ത് കിട്ടും? √2r² എന്ന് കിട്ടും. ഈ r² പുറത്തെടുക്കാമല്ലോ. 6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 6√2 എന്ന് വെച്ചാൽ ഈ ദൂരം എന്ന് പറയുന്നത് എത്ര കിട്ടുന്നേ? 6√2. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇതെന്ത് കിട്ടും? 6 പറഞ്ഞാട്ടെ 6√2. പിടി കിട്ടിയോ? 6√2. ഇതാ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇത് പരിഗണിക്കുന്നെങ്കിൽ ഇത് 6√2, ഇത് 6√2. മനസ്സിലായോ? അപ്പൊ ഇവിടേക്ക് തിരിച്ചു പോവാം. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞേ 6√2. ശരിയല്ലേ? എ തൊട്ട് ഡി വരെ പോകുന്ന ദൂരം നമ്മൾ പറഞ്ഞില്ല, മൊത്തത്തിൽ 2πr ആണ് സഞ്ചരിക്കുന്നതാണ്. മൊത്തത്തിൽ 2πr ആണ്, അതിനകത്ത് മൈനസ് ചെയ്യാണ് എത്രയും πr/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത് എത്ര കിട്ടും ചെയ്യുമ്പോൾ? 4πr - 3πr 4πr - 3πr/2 എന്ന് കിട്ടും. അതായത് 4πr - 2πr കറക്റ്റ് അല്ലേ? ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 2πr 4πr - πr/2 ശരിയല്ലേ? ഇത് കിട്ടും 3πr/2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടം തൊട്ട് കറങ്ങി ഇവിടം വരെ വന്നാൽ 3πr/2 എന്നുള്ളത് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടും? നേരത്തെ കിട്ടിയ ആൻസർ അല്ലേ? എന്ത് കിട്ടും? 6√2 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, സ്ഥാനാന്തര ദൂരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ് ഇത്. ഓക്കെ, യെസ്. നോക്കിക്കോണേ, വളരെ ബേസിക് ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. തിയറി ആയിട്ട് തന്നെ എടുക്കണം അല്ലേ? ഭീകര ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഭീകര ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഓക്കെ, നോക്കാം. ഒരു വാഹനത്തിന്റെ ഓഡോമീറ്റർ എന്തിനെയാണ് കാണിക്കുന്നത്? ഓഡോമീറ്റർ ആ പേര് തന്നെയുണ്ട്, ഓഡോമീറ്റർ കാണിക്കുന്നത് ഓടിയ ദൂരമാണ്. വാഹനം ഓടിയ ദൂരം അല്ലെങ്കിൽ വാഹനം സഞ്ചരിച്ച ദൂരം, ശരിയല്ലേ? ഈ വാഹനം സഞ്ചരിച്ച ദൂരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഓഡോമീറ്റർ. മനസ്സിലായോ? ഒരു വാഹനം എത്ര ദൂരം ഓടിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഓഡോമീറ്ററിനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നോക്കിയേ, വേഗത അല്ല, ചലനം അല്ല, ആകെ കയറിയ ദൂരം എന്നുള്ളതിനേക്കാൾ ആകെ ഓടിയ ദൂരോ വാഹനം ഓടിയ ദൂരോ ആകെ സഞ്ചരിച്ച ദൂരോ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഉത്തരം എന്താണ് അല്ലേ? ഓഡോമീറ്റർ എന്തിനെ മെഷർ ചെയ്യും? ഓടിയ ദൂരത്തെ, സഞ്ചരിച്ച ദൂരത്തെ. അങ്ങനെയാണ് സ്പീഡോമീറ്റർ എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? സ്പീഡോമീറ്റർ എന്തിനെയാണ് കാണിക്കുന്നത്? സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് അല്ലെ, തൽക്ഷണത്തിലുള്ള അല്ലേ? യെസ്, വേഗതയാണ് കാണിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെയാണ് കാണിക്കുന്നത് കേട്ടോ. തൽക്ഷണത്തിലുള്ള ആ ഒരു നിമിഷത്തിലെ സ്പീഡ് കാണിക്കാൻ വേണ്ടി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാണിക്കാൻ വേണ്ടിയാണ് സ്പീഡോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓഡോമീറ്റർ ഓടിയ ദൂരം, സ്പീഡോമീറ്റർ സ്പീഡ്. ക്ലിയർ? ഓക്കെ, യെസ്. മുന്നോട്ട് പോകാം. ഒരു മൈൽ എന്ന് പറയുന്ന ഒരു മൈൽ അല്ലേ, പണ്ട് കാലത്ത് നമ്മൾ മൈൽ കണക്കൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററുകൾക്ക് തുല്യമാണ്? മനസ്സിലാക്കണം. ഒരു മൈൽ എന്ന് പറയുന്നത് നമ്മുടെ തിയറി ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് 1.6 കിലോമീറ്റർ ആണ്. ഇത് കഴിഞ്ഞ് ചെറിയ വാല്യൂ ഉണ്ട്, അത് നമ്മൾ വഴിയെ ടേബിളിനകത്ത് പഠിക്കുന്നത്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ 1.6 കിലോമീറ്റർ എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററുകൾക്ക് തുല്യമാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 1.6 കിലോമീറ്റർ. നോക്കിയാൽ മുന്നോട്ട് പോവാം. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററുകൾക്ക് തുല്യമാണ്? ഒരു കിലോമീറ്റർ എത്ര മീറ്ററുകൾക്ക് തുല്യമാണ്? ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരും, ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര? 1000 മീറ്റർ ആണ്. ഇതാണ് 1000 മീറ്റർ. ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ കാണാൻ പറഞ്ഞാലോ? 2 കിലോമീറ്റർ കാണാൻ പറഞ്ഞാൽ ഈ കിട്ടിയ 1000 കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2000 മീറ്റർ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. 5 കിലോമീറ്റർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 5 × 1000 ഗുണിക്കുക. കഴിഞ്ഞ് എത്ര ഉള്ളു കാര്യം? 5 × 1000 ചെയ്താൽ അല്ലേ എത്ര കിട്ടും? അതാണ് ഉത്തരം, 5000 മീറ്റർ. കഴിഞ്ഞ് ഇത്ര ഉള്ളു കാര്യം. വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമാണ്, പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കിലോമീറ്റർ എത്ര മീറ്ററുകൾക്ക് തുല്യമാണ്? ഉത്തരം എന്താണ്? 1000 മീറ്റർ. അവിടെ നോക്കിയേ, ദൂരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് അല്ലെ, SI യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. SI യൂണിറ്റ് ദൂരം അല്ലെ. ശ്രദ്ധിക്കണേ, സെന്റിമീറ്റർ, മീറ്റർ,
കിലോമീറ്റർ, മൈൽ, ഇതെല്ലാം നീളം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം നീളം അല്ലെ, ദൂരമൊക്കെ അളക്കാൻ ഉപയോഗിക്കാം. എന്നാൽ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏത്? അതാണ് ചോദ്യം. SI യൂണിറ്റ് ചോദിച്ചാൽ ഉത്തരം എന്തേ പറയാവൂ? മീറ്റർ എന്നേ പറയാവൂ കേട്ടോ. മീറ്റർ, ദൂരത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ചോദിച്ചാൽ എന്ത് പറയണം? മീറ്റർ എന്ന് പറയണം. ക്ലിയർ? ഓക്കെ. അടുത്തത്, ഒരു വസ്തു 3 മീറ്റർ കിഴക്കോട്ടും 4 മീറ്റർ വടക്കോട്ടും നീങ്ങിയാൽ സ്ഥാനാന്തരം എത്ര? ഇത് സാധാരണ ഇതിലുള്ള PSC പരീക്ഷകളിൽ മാത്സിനകത്ത് ദിശ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇവിടെ നമ്മുടെ സ്ഥാനാന്തരം അപ്ലൈ ചെയ്ത് വന്നത് മാത്രം എളുപ്പമാണ്. നോക്കിയേ, നമ്മൾ ദിശ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഇത് നോർത്ത്, അങ്ങനെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്. ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. ഇങ്ങനെയാണല്ലോ വരേണ്ടത്? ആണ്. ഇങ്ങനെയല്ലേ വരേണ്ടത്? ആണ്. അപ്പം ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു വസ്തു 3 മീറ്റർ കിഴക്കോട്ട് അല്ലെ 3 മീറ്റർ കിഴക്കോട്ട് നീങ്ങി, അത് കഴിഞ്ഞ് 4 മീറ്റർ ഇങ്ങോട്ട് നീങ്ങിയെന്ന് പറയുന്നേ വടക്കോട്ട്. അപ്പം 4 മീറ്റർ വടക്കോട്ട് നീങ്ങി. അങ്ങനെയാണ് എന്ത് കാണാൻ പറയാണ്? സ്ഥാനാന്തരം കാണാൻ പറയാണ്. മനസ്സിലായോ? സ്ഥാനാന്തരം കാണാൻ പറയാൻ എന്ത് ചെയ്യണം? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അല്ലേ, യെസ്, തമ്മിലുള്ള ദൂരം അല്ലേ? ആണ്. അപ്പോൾ ഇത് കണ്ടാൽ മതി. ഇത് കാണാൻ എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈതഗോറസ് തിയറം ശരിയല്ലേ? എങ്ങനെ ചെയ്യുന്നത് അല്ലേ? ഈ സൈഡിന്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സൈഡിന്റെ സ്ക്വയർ ഒന്നും ഇല്ല. അതായത് എങ്ങനെ കാണാം? ഈ സൈഡ് കാണാൻ √3² + 4² അല്ലേ, √9 + 16, ആൻസർ √25. √25 എന്ന് വെച്ചാൽ എത്ര? 5, അത്രയും മീറ്റർ. അപ്പോൾ ഇത് എത്ര കിട്ടും? 5 മീറ്റർ. ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താ വരുന്നത്? 5 മീറ്റർ. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, മുന്നോട്ട് പോകാം. സ്ഥാനാന്തരത്തിനും ദൂരത്തിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതാണ് ഈ ചോദ്യത്തിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ അല്ലേ? നോക്ക്, സ്ഥാനാന്തരം ദിശയുള്ളത്. ഓപ്ഷൻ ഒന്നാമത്തെ നോക്കുക. ശ്രദ്ധിക്കണേ. ഓപ്ഷൻ ഒന്നാമത്തെ നോക്കാം. സ്ഥാനാന്തരത്തിന് ദിശയുണ്ട്, ശരിയാണ്. ദൂരത്തിന് ദിശയില്ലാത്തതാണ്, ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സ്ഥാനാന്തരം ദിശയുണ്ട്, ദൂരത്തിന് ദിശയില്ല. രണ്ടും ദിശ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. 2 ദിശയുള്ളതെന്ന് പറഞ്ഞാലും തെറ്റാണ്. വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. നോക്കിക്കോണേ, സ്ഥാനാന്തരവും ദൂരവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? സ്ഥാനാന്തരവും ദൂരവും തുല്യമാവുന്ന എപ്പോഴാണ്? നേർരേഖയിലുള്ള സഞ്ചാരമാണെങ്കിലാണ്. നേർരേഖയിലാണ് സഞ്ചരിച്ചെങ്കിൽ സ്ഥാനാന്തരവും ദൂരവും തുല്യമാണ്. രണ്ടുപേരുടെ യൂണിറ്റ് ഒന്ന് തന്നെ, മീറ്ററാണ്. ഡയമെൻഷൻ ഒന്ന് തന്നെ, മീറ്റർ. എന്നാൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ മനസ്സിലാക്കേണ്ടത്? സ്ഥാനാന്തരം ദിശയുള്ളത്, ദൂരം ദിശയില്ലാത്തത്. കഴിഞ്ഞു. അവിടെ നോക്കിയേ, സ്ഥാനാന്തരം എന്തിനെ ആശ്രയിക്കുന്നു? ഓപ്ഷൻ നോക്കണം. സ്ഥാനാന്തരം എന്തിനെ ആശ്രയിക്കുന്നു? നോക്ക്, തുടക്കസ്ഥിതിയും അവസാന സ്ഥിതിയും. കറക്റ്റാ? അത് കറക്റ്റാ. തുടക്കസ്ഥിതിയും അല്ലെ, ഇനിഷ്യൽ പൊസിഷനെ ഫൈനൽ പൊസിഷനെ ആശ്രയിക്കുന്നുണ്ട്. ശരിയല്ലേ? ഒരു നേർരേഖാ സഞ്ചാരം തന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് എന്ത് കണ്ടുപിടിക്കാൻ? സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഫൈനൽ പൊസിഷനകത്തുനിന്ന്, ഫൈനൽ പൊസിഷൻ ഉണ്ടല്ലോ, ആ ഫൈനൽ പൊസിഷനകത്തുനിന്ന് ഇനീഷ്യൽ പൊസിഷൻ മൈനസ് ചെയ്താൽ മതി. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ബേസിക് ഇക്വേഷൻ. മറക്കാതെ പഠിക്കണം. എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? പ്രശ്നമില്ലല്ലോ. മുന്നോട്ട് പോകാം. ഒരു വസ്തു തുടക്കസ്ഥിതി എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ നിന്ന് വീണ്ടും അതേ സ്ഥിതിയിലേക്ക് വന്നാൽ, അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു വരിക. നോക്ക്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, അവിടെ നിന്ന് തിരിച്ച് അവിടെ തന്നെ വന്നു. യെസ്. ഇങ്ങനെയുള്ള കേസിൽ സ്ഥാനാന്തരം എത്ര? സ്ഥാനാന്തരം എന്ത് വരും? പറ. നമുക്കറിയാവുന്നല്ലേ, എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തന്നെ വന്ന് യാത്ര അവസാനിക്കുകയാണെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്ന 0 ശൂന്യമായിരിക്കും. ശൂന്യമാണ്. ഓക്കെ അല്ലേ? യെസ്. നോക്ക്, സ്ഥാനാന്തരവും ദൂരവും ഒരുപോലെ ആകുന്ന എപ്പോഴാണ്? സ്ഥാനാന്തരം ദൂരം ഒരുപോലെ വരുന്ന എപ്പോഴാണ്? നേർരേഖയിലുള്ള സഞ്ചാരമാണെങ്കിൽ സ്ഥാനാന്തരവും ദൂരവും ഒക്കെ എന്തായിരിക്കും? തുല്യമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. നോക്കാം, സ്ഥാനാന്തരത്തിന്റെ ഒരു സെക്കൻഡ്. യെസ്, സ്ഥാനാന്തരത്തിന്റെ സ്വഭാവം എന്താണ്? സ്ഥാനാന്തരം അല്ലേ എങ്ങനെയുള്ള ആളാണ്? നോക്ക്, ഓപ്ഷൻസ് നോക്കിയാട്ടെ. വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് സദിശ, അതായത് ദിശ ചേർത്ത് പറയുന്ന അളവ് അല്ലെ. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആ ദിശ അളവ് അല്ലെ, ദിശ ചേർക്കാതെ പറയുന്നതാണ് അല്ലെ. വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ.
അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? സ്ഥാനാന്തരം. സ്ഥാനാന്തരം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? ആണ്. സദിശ അളവാണ്. ഓക്കെ. അടുത്തത് സ്ഥാനാന്തരത്തിന്റെ അളവ് കോശം എന്താണ്? അളവ് കോശം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂണിറ്റ് എന്താണെന്നാണ്. ഓപ്ഷൻ നോക്കുമ്പോഴേ കിട്ടും, അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ പഠിച്ചവർക്ക് ഓക്കെ സെറ്റ്. സെക്കൻഡ് കിലോ അല്ലെ, കിലോ എന്ന് നടക്കണം. മീറ്റർ ന്യൂട്ടൺ. ആൻസർ എന്താണ്? മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ അളവ് കോശം എന്താണ്? ആൻസർ എന്താണ്? യെസ്, മീറ്റർ. സ്ഥാനാന്തരം എന്താണ്? അടുത്ത ചോദ്യം, സ്ഥാനാന്തരം എന്താണ്? മൊത്തം സഞ്ചാര ദൂരം, തുടക്ക സ്ഥിതിയിൽ നിന്ന് അവസാന സ്ഥിതിയിലേക്കുള്ള ദൂരം, അതല്ലേ ഉത്തരം? ആണ്. അതാണ് ഉത്തരം അല്ലേ? ഉത്തരം എന്താണ്? തുടക്ക സ്ഥിതിയിൽ നിന്ന് അവസാന സ്ഥിതിയിലേക്കുള്ള യെസ് ദൂരമാണ്. ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ദൂരമാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അടുത്തത് വേഗത പറ്റി നമ്മൾ പഠിക്കാൻ പോവാം. വേഗം അല്ലേ? വേഗം അല്ലെങ്കിൽ വേഗത അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. റെഡി അല്ലേ? യെസ്. നോക്കാം. റെഡി? നോക്ക്. യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരം അല്ലെ, യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ നമുക്ക് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? വേഗത എന്ന് വിളിക്കാം. യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ നമുക്ക് വേഗത എന്ന് വിളിക്കാം. വേഗത കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വേഗത എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ദൂരവും സമയവും തമ്മിലുള്ള അനുപാതമാണ് വേഗത. എന്താണ്? ദൂരവും സമയവും തമ്മിലുള്ള അനുപാതമാണ് വേഗത. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യൂണിറ്റ് സമയം. യൂണിറ്റ് സമയം എന്ന് വെച്ചാൽ എന്താ? ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ നമുക്ക് എന്ത് വിളിക്കാം? വേഗത എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഇതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെ? ദൂരത്തിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? മീറ്റർ. സമയത്തിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? സെക്കൻഡ്. അതാണ് ഈ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷൻ എങ്ങനെ വരുന്നത്? ദൂരമാണ്, മീറ്റർ ആണ് അല്ലെ? ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ L. ടൈം ആണ്. ടൈമിന്റെ ഡയമെൻഷൻ T അല്ലെ? L/T ആണ് ഈ എഴുതിയേക്കുന്നത്. LT റൈസ് ടു മൈനസ് 1. എന്താണ്? LT റൈസ് ടു മൈനസ് 1. LT റൈസ് ടു മൈനസ് 1 എന്നുള്ളതാണ് എന്ത്? വേഗതയുടെ ഡയമെൻഷൻ. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. വേഗത എന്ന് പറയുന്നത് അല്ലെ, വേഗം എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ്. എന്താണ്? അതിശ അളവാണ്. ദിശ ചേർക്കാതെ പറയുന്നതാണ് അതിശ അളവ്. നിങ്ങൾക്ക് അറിയാം. ശരിയല്ലേ? അപ്പം വേഗത അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. സെറ്റ് അല്ലേ? നമുക്ക് മുന്നോട്ട് പോവാം. യെസ്. ഓക്കെ. അപ്പോൾ വേഗതയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതുകൊണ്ട് തന്നെ വേഗത്തെ പറ്റി അല്ലെ, വേഗതയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ശരി, നോക്ക്. വേഗം എന്താണ്? വേഗം എന്ന് വെച്ചാൽ എന്താണ്? ദൂരം ബൈ സമയമാണ്. ശരിയല്ലേ? ദൂരം ബൈ സമയമാണ്. കറക്റ്റ് അല്ലേ? ആണ്. അടുത്ത വേഗത്തിന്റെ സ്വഭാവം എന്താണ്? വേഗത അല്ലെ, വേഗതയ്ക്ക് തന്നിരിക്കുന്നത് എന്ത് സ്വഭാവം ഉള്ളത്? വെക്റ്റർ അളവാണോ? അല്ല. സ്കെയിലർ അളവാണോ? ആണ്. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ദിശയുണ്ടോ? ദിശയില്ല അല്ലെ? ദിശയില്ലാത്തതാണ് അല്ലെ? അതിശ അളവാണ്. അപ്പൊ ഇവിടെ രണ്ടുത്തരം അല്ലെ ശരിയായിട്ട് വരുന്നുണ്ട് അല്ലെ? വേഗതയുടെ സ്വഭാവമായിട്ട് സ്കെയിലർ അളവാണ്, രണ്ടാമത്തത് ദിശയില്ലാത്തതാണ്. രണ്ടും ഉത്തരമായിട്ട് വരുന്നുണ്ട്. മറക്കരുത്. ഓക്കെ അല്ലേ? ഇതെല്ലാം നമ്മുടെ തിയറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കുകയാണ്, വേറെ കാര്യമൊന്നുമില്ല. നോക്ക്. വേഗത്തിന്റെ ഫോർമുല എന്താണ്? വേഗതയുടെ ഫോർമുല എന്താണ്? വേഗത നമുക്കറിയാലോ. പറഞ്ഞാട്ടെ. ഏതാ വരുന്നേ? ദൂരം ഭാഗം സമയം. എന്താണ്? ദൂരം ഭാഗം സമയം. ഇതാണ് വേഗതയുടെ ഫോർമുല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 8ാം ക്ലാസ് നിലവാരത്തിലുള്ളതാണ്. ഓക്കെ. യെസ്. അവിടെ നോക്കിയാട്ടെ, എളുപ്പമാണോ നോക്കാം. ഒരു വസ്തു 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഒരു വസ്തുവിന്റെ അല്ലെ വേഗത എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡ് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കണേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റെഡി? വേഗത തന്നിട്ടുണ്ട്. വേഗത എത്ര തന്നിരിക്കുന്നേ? 10 മീറ്റർ പെർ സെക്കൻഡ്. സമയം തന്നിട്ടുണ്ട്. സമയം എത്ര തന്നിരിക്കുന്നേ? 5 സെക്കൻഡ്. ഇനി ദൂരം തന്നിട്ടുണ്ടോ? ഇല്ല. ദൂരം കണ്ടെത്തണം. നമുക്കറിയാവുന്ന കാര്യം വേഗത എന്ന് വെച്ചാൽ ദൂരം ഭാഗം സമയം എന്നാണ്. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ദൂരമാണ്. സോ ദൂരം എന്ന് പറയുന്നത് വേഗതയെ സമയം കൊണ്ട്
എന്ത് ചെയ്യണം? ഗുണിക്കണം. ശരിയല്ലേ? വേഗത അല്ലെങ്കിൽ നമ്മുടെ വേഗം എത്ര തന്നിരിക്കുന്നേ? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സമയം എത്ര? 5. ശരിയല്ലേ? 5 സെക്കൻഡ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, 50 എന്തെന്ന് കിട്ടും? മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം എത്ര കിട്ടുന്നത്? 50 മീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? നോക്കിയാട്ടെ. അപ്പോൾ നോക്കിയേ, യെസ്, തന്നിരിക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്, മൾട്ടിപ്ലൈ ചെയ്യണം 5 സെക്കൻഡ് കൊണ്ട്, കിട്ടുന്നത് 50 മീറ്റർ. ഉത്തരം ഉണ്ടോ? ഉണ്ട്. എളുപ്പമല്ലേ? പ്രയാസമുണ്ടോ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. മുന്നോട്ട് പോവാം. യെസ്, ഒരു വസ്തുവിൻ്റെ വേഗം 0 ആവുന്നു അല്ലേ? വസ്തുവിൻ്റെ വേഗം 0 ആവും. അങ്ങനെയാണ് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? വസ്തു 0 ആവുകയെന്ന് വെച്ചാൽ, വസ്തുവിൻ്റെ വേഗത 0 ആവുമെന്ന് വെച്ചാൽ വസ്തു അനങ്ങുന്നില്ല, വസ്തു റെസ്റ്റിലാണ്, വസ്തു നിശ്ചലാവസ്ഥയിലാണ്, വസ്തു വിശ്രമത്തിലാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? വസ്തു വിശ്രമത്തിലാണ്. കഴിഞ്ഞു. എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഇതെല്ലാം നിങ്ങളുടെ തിയറി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രവേഗമാണ്. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. ഇപ്പം നമ്മൾ വേഗം പഠിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, നോക്ക്. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം, അല്ലെ? ഒരു വസ്തുവിനുണ്ടായ, നേരത്തെ വസ്തുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഒരു വസ്തുവിന് ഉണ്ടായ സ്ഥാനാന്തരമാണ്, ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം. ഇതാണ് യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം. അപ്പൊ നോക്കിയേ, പ്രവേഗം കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, സ്ഥാനാന്തരവും അതുപോലെ സമയവും തമ്മിലുള്ള അനുപാതം എടുത്താൽ മതിയാകും. സ്ഥാനാന്തരവും സമയം തമ്മിലുള്ള അനുപാതമാണ് പ്രവേഗം. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമ്മുടെ പ്രവേഗം. വെലോസിറ്റി എന്ന് പറയുന്നത് യെസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്ഥാനാന്തരം ബൈ സമയമാണത്. ഓക്കെ അല്ലേ? യൂണിറ്റ് നോക്കിയേ, മീറ്റർ പെർ സെക്കൻഡ്. വേഗതയുടെ സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഡയമെൻഷൻ LT⁻⁻1. അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. രണ്ടിടത്തും ഒരുപോലെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നോക്കിയേ, യൂണിറ്റ് അതുപോലെ ഡയമെൻഷൻ രണ്ടുപേർക്കും ഒരുപോലെ വരുന്നത്. വേഗതയും പ്രവേഗത്തിന്റെ യൂണിറ്റും ഡയമെൻഷനും ഒരുപോലാണ് വരുന്നത്. LT⁻⁻1 അതുപോലെ മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കണം, വേഗത ഒരു അതിശ അളവാണ്, എന്നാൽ പ്രവേഗം ഒരു സദിശ അളവാണ്. അതായത് നമ്മൾ ദിശയുണ്ടാവും, അതുപോലെ തന്നെ മൂല്യം ഉണ്ടാവും. സദിശ അളവാണ് പ്രവേഗം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിക്കോണം, ഇനി നമുക്ക് പ്രവേഗവും വേഗവും തമ്മിലുള്ള അംശബന്ധം അറിഞ്ഞിരിക്കണം, തിരിച്ചും മറിച്ചുമൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണം. ശരിയല്ലേ? ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്നറിയാവോ? നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകും. അതായത് +1 +2 അല്ലേ? യെസ്, എല്ലാ തരത്തിലും എല്ലാ നിലവാരത്തിലും നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസ് ഉണ്ട്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റെഡി? നോക്ക്, അതെന്തൊക്കെയാന്ന് നോക്കാം. നോക്കിക്കോണേ. നമുക്ക് പഠിക്കാനുള്ളത് കോമൺ SI പ്രിഫിക്സസ് ആൻഡ് സിമ്പിൾസ്. ശ്രദ്ധിക്കണേ. മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ്. ശ്രദ്ധിക്കണേ, എന്താണ് മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ്. അതിൻ്റെ അല്ലേ കോമൺ ആയിട്ടുള്ള പ്രിഫിക്സുകൾ, സിമ്പിൾസ്, ഫാക്ടർ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഇത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് ആദ്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ, പ്രോബ്ലം ചോദിക്കത്തില്ലേ? പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് നമ്മളെ പറ്റിക്കാൻ ഒരു ക്വസ്റ്റ്യനകത്ത് വാല്യൂ തരുമ്പോൾ 10 GPa ഇങ്ങനെ ആയിരിക്കും തരുന്നത്. അപ്പം പെട്ടെന്ന് ഈ G കാണുമ്പോൾ ചിലർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല, ചിലർ കൺവേർട്ട് ചെയ്യത്തില്ല. കൺവേർട്ട് ചെയ്യാതെ പ്രോബ്ലം ചെയ്യാറ് കിട്ടുന്ന ഉത്തരം തെറ്റിപ്പോവും. ഇത്രയുള്ള കാര്യം. അവിടെ നോക്കിയാൽ 6 മൈക്രോമീറ്റർ എന്നായിരിക്കും കിടക്കുന്നത്, അല്ലെ 7 സെൻറ്റിമീറ്റർ എന്നായിരിക്കും കിടക്കുന്നത്. ശരിയല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവിടെ കൺവേർട്ട് ചെയ്യാനുണ്ട്, ആ കൺവേർഷൻ നടത്താതെ പ്രോബ്ലം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മളിത് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺവേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. പിടി കിട്ടിയോ? എളുപ്പമാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് സംഗതി. നോക്കിയോണേ, 10⁻1 ഇതിനെ വിളിക്കുന്നത് ഡെക്ക എന്നാണ്. DA എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഡെക്ക എന്താണ്? 10⁻1 ഡെക്ക. അടുത്ത 10⁻2 വന്നാലോ അതിനെ വിളിക്കുന്ന പേര് ഹെക്ടോ, സ്മോൾ ലെറ്റർ H കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. രണ്ടെണ്ണം പഠിച്ചോ. 10⁻1 ഡെക്ക, 10⁻1 ഡെക്ക, 10⁻1
ഡെക്ക 10 റൈസ് ടു ഹെക്ടോ 10 റൈസ് ടു ഹെക്ടോ. അത് നോക്കിയേ 10 റൈസ് 3 വന്നാൽ അതിനെ വിളിക്കുന്ന പേര് കിലോ. എന്താണ് 10 റൈസ് 3 വന്നാൽ അതിനെ വിളിക്കുന്ന പേര് കിലോ. 10 റൈസ് 3 വന്നാൽ അതിനെ വിളിക്കുന്ന പേര് കിലോ. 3 കാര്യങ്ങൾ പഠിച്ചോ. 10 റൈസ് 1 ഡെക്ക, 10 റൈസ് 2 ഹെക്ടോ, 10 റൈസ് 3 കിലോ പഠിച്ചല്ലോ. അടുത്തത് നാലാമത്തത് 10 റൈസ് 6 അതെന്താണ് മെഗ. എന്താണ് 10 റൈസ് 6 മെഗ. 10 റൈസ് 9 ഗിഗ. 10 റൈസ് 9 ഗിഗ. 10 റൈസ് 9 ഗിഗ. 10 റൈസ് 12 ടെറ. 10 റൈസ് 12 ടെറ. 10 റൈസ് 12 ടെറ. 10 റൈസ് 15 പെറ്റ. 10 റൈസ് 15 പെറ്റ. 10 റൈസ് ടു 18 എക്സ. എക്സ എക്സ. ഓക്കെ അല്ലേ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. 10 റൈസ് 1 ഡെക്ക. 10 റൈസ് 2 ഹെക്ടോ. 10 റൈസ് 3 കിലോ. 10 റൈസ് 6 മെഗ. 10 റൈസ് 9 ഗിഗ. 10 റൈസ് 12 ടെറ. 10 റൈസ് 15 പെറ്റ. 10 റൈസ് 18 എക്സ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിൻ്റെ സിമ്പിൾ ഓർത്തിരിക്കണം. കാര്യം ക്വസ്റ്റിനകത്ത് ഈ സിമ്പിൾ വരും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്ത നോക്കി സബ് മൾട്ടിപ്പിൾസിനകത്ത് വരുന്ന ആരൊക്കെയാ? 10 റൈസ് മൈനസ് 1 ഡെസി, 10 റൈസ് മൈനസ് 2 സെന്റി, 10 റൈസ് മൈനസ് 3 മില്ലി, 10 റൈസ് മൈനസ് 6 മൈക്രോ, 10 റൈസ് മൈനസ് 9 നാനോ, 10 റൈസ് മൈനസ് 12 പൈക്കോ, 10 റൈസ് മൈനസ് 15 ഫെംറ്റോ, 10 റൈസ് മൈനസ് 18 അറ്റോ. ഓക്കെ നോക്കിയാലോ. 10 റൈസ് മൈനസ് 1 ഡെസി, 10 റൈസ് മൈനസ് 2 സെന്റി, 10 റൈസ് മൈനസ് 3 മില്ലി, 10 റൈസ് മൈനസ് 6 മൈക്രോ, 10 റൈസ് മൈനസ് 9 നാനോ, 10 റൈസ് മൈനസ് 12 പൈക്കോ, 10 റൈസ് മൈനസ് 15 ഫെംറ്റോ, 10 റൈസ് മൈനസ് 18 അറ്റോ. ഇത് കൂടാതെ ഓർത്തിരിക്കേണ്ട ഒരാളുണ്ട്. അത് 10 റൈസ് മൈനസ് 10 ആണ്. അതെന്താണ്? അത് 1 ആങ്സ്ട്രോം ആണ്. എന്താണ്? 1 ആങ്സ്ട്രോം. 1 ആങ്സ്ട്രോം. ശരിയല്ല? എങ്ങനെ എഴുതുന്നേ? 1 എഴുതിയിട്ട് എ എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു 0. മനസ്സിലായോ? 10 റൈസ് മൈനസ് 10, 10 റൈസ് മൈനസ് 10, 1 ആങ്സ്ട്രോം എന്ന് പറയും. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ അടുത്ത് പറയാതെ ഡയറക്റ്റായിട്ട് അവർ നമ്മുടെ അടുത്ത് പറയത്തില്ല കൺവേർട്ട് ചെയ്യണേ എന്ന്. നമ്മൾ ചെയ്യാതെ ചെയ്താൽ ഉത്തരം തെറ്റിപ്പോകും. കിട്ടി? അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോവാം. ക്ലിയർ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? സെറ്റാണേ? യെസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചില കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. കോൺസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ പഠിക്കാൻ പോവാം. നോക്കി, ഒന്നാമത്തെ ആളുടെ പേര് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലേ? ലൈറ്റിൻ്റെ സ്പീഡ് വാക്വത്തിൽ, ശൂന്യതയിൽ. ശരിയല്ലേ? ലൈറ്റിൻ്റെ സ്പീഡ് സി എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വാല്യൂ എത്ര? 2.9979 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. 2.99 അല്ലേ ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡിനാണ് നമ്മൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എപ്പോഴും പഠിച്ചു വെച്ചേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വാല്യൂ ആണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വാല്യൂ അറിയാവുന്നതാണ്. അപ്പോൾ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് വാല്യൂ. അത് നോക്കിയേ, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര വരുന്നത്? 1.6 × 10⁻⁻19 കൂളോംബ് ആണ്. കൂളോംബ് ആണ് ചാർജ്. ന്യൂട്ടൺ എന്താണ്? കൂളോംബ്. അപ്പോൾ 1.6 × 10⁻⁻19 കൂളോംബ് ഉള്ളതാണ് ഇവിടുത്തെ വാല്യൂ. അടുത്ത് നോക്കിയേ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ, സോറി അതിന് മുമ്പ് വിട്ടുപോയി. ഓക്കെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറയുകയാണ്. വാല്യൂ എത്ര? 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ ഓപ്ഷൻസ് വന്നപ്പോൾ വാല്യൂ എല്ലാം ഒരുപോലെ തന്നെ ആയിരുന്നു കൊടുത്തത് അല്ലേ? 6.626 × 10⁻⁻34 എന്നുള്ള വാല്യൂ എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുത്തത്. എന്ത് മാത്രമേ മാറ്റിയുള്ളൂ? അവർ യൂണിറ്റ് മാറ്റി. ജൂൾ പെർ സെക്കൻഡ് എന്നാക്കി, ജൂൾ അല്ലേ സെക്കൻഡ് സ്ക്വയർ എന്നാക്കി. അങ്ങനെ പല പല വാല്യൂ തന്നെ തെറ്റിക്കാൻ നോക്കി. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. അപ്പം വാല്യൂ എത്ര? 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ് എന്നുള്ളതായിരുന്നു വാല്യൂ. അവിടെ നോക്കിയേ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg/−2. ക്ലിയർ അല്ലേ? അപ്പം 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞത് വൃത്തിയായിട്ടൊന്ന് ആവർത്തിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ, ബോൾസ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ നോക്കിയേ. വാല്യൂ എത്ര? 1.381 × 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. ഓക്കെ, അടുത്തത് അവഗാഡ്രോ നമ്പർ. വാല്യൂ എത്ര? 6.022 × 10⁻23 മോൾ⁻⁻1. അടുത്ത യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.314 × 314 ജൂൾ മോൾ⁻⁻1 കെൽവിൻ⁻⁻1. അടുത്ത് ശ്രദ്ധിക്കണം, 3 പ്രധാനപ്പെട്ട 3: ഇലക്ട്രോൺ, ന്യൂട്രോൺ,
അതുപോലെ പ്രോട്ടോണിൻ്റെ മാസ് അല്ലേ, ഏറ്റവും മാസ് കൂടിയ ആളാരാ ഇതിനകത്ത് അല്ലേ, മാസ് കൂടിയ ആൾ ന്യൂട്രോൺ ആണ് കേട്ടോ. ന്യൂട്രോൺ ആണ് ഏറ്റവും മാസ് കൂടുതൽ. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇവരെ മൂന്നുപേരും എടുത്ത മാസ് കൂടുതൽ ആർക്കാണ്? ന്യൂട്രോൺ ആണ് വരുന്നത്. വാല്യൂ നോക്കിയേ, ഇലക്ട്രോണിൻ്റെ മാസ് ഏറ്റവും മാസ് കുറവ് ഇലക്ട്രോൺ ആണ് 9.1 × 10⁻³ കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.675 × 10⁻27 കിലോഗ്രാം. അടുത്തത് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻27 കിലോഗ്രാം. ഏറ്റവും മാസ് കൂടുതൽ ആർക്കാണ്? നോക്കിയേ, പ്രോട്ടോണിയും ന്യൂട്രോണും കൂടെ നോക്കിയേ, 1 1 6 6 7 7 5 3 അല്ലേ, ഇവിടെ 5 ഉണ്ട്. അത്രയ്ക്ക് മുന്നിലാണ് ആര്? യെസ്, ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇലക്ട്രോണിൻ്റെ ചാർജ് മാസുമായിട്ടുള്ള റേഷ്യോ E/m റേഷ്യോ എത്ര വരുന്നത്? 1.759 × 10⁻11 കൂളോം/കിലോഗ്രാം. അവിടെ നോക്കിയേ, ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ 9.6 × 10⁻4 കൂളോം/മോൾ. ഓക്കെ, യെസ്. അടുത്ത് നോക്കിക്കോണേ, അടുത്തത് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. വാല്യൂ എത്ര? 1.097 × 10⁻7 m⁻⁻1. 1.097 × 10⁻7 m⁻⁻1. ഓക്കെ അല്ലേ? സോറി, -7 ഇല്ലേ, 10⁻7 ആണ് കേട്ടോ, m⁻⁻1. ഓക്കെ, യെസ്. അടുത്തത് ബോർ റേഡിയസിന്റെ വാല്യൂ 5.2 × 10⁻11 മീറ്റർ. ബോർ റേഡിയസിന്റെ വാല്യൂ 5.2 × 10⁻11 മീറ്റർ. അടുത്തത് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് സിഗ്മയുടെ വാല്യൂ എത്ര? 5.6 × 10⁸ വാട്ട് m⁻⁻2 Kelvin⁻⁻4. വാട്ട് m⁻⁻2 Kelvin⁻⁻4. വാട്ട് m⁻⁻2 Kelvin⁻⁻4. അടുത്ത വീൻസ് കോൺസ്റ്റന്റ് വാല്യൂ നോക്കാം. 2.8 × 10⁻³ മീറ്റർ കെൽവിൻ. എന്താ പറയുന്നത്? 2.89 × 10⁻³ മീറ്റർ കെൽവിൻ. ഓക്കെ, അടുത്തത് വീൻസ് കോൺസ്റ്റന്റ് ആണ് പറഞ്ഞത്. അടുത്തത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ε0യുടെ വാല്യൂ 8.85 × 10⁻12 കൂളോം² Newton⁻1 m⁻⁻2 അല്ലേ. 1/4 അപ്പോൾ ε0 വരുമ്പോൾ അതിന്റെ വാല്യൂ ഇങ്ങനെ മാറും. എത്ര? 8.987 × 10⁻9 Newton m², കൂളോം/. യെസ്, -2. ഇതിനെയാണ് നമ്മൾ 9 × 10⁻9 എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. 9 × 10⁻9 എന്ന് പറഞ്ഞ് പറയും. ഓക്കെ, യെസ്. അടുത്ത പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0യുടെ വാല്യൂ 4π × 10⁻⁻1 ടെസ്ല മീറ്റർ ആംബിയർ⁻⁻1 അല്ലേ. ഇതിന് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എഴുതാം? 1.257 × 10⁻6 വെബർ ആംബിയർ⁻⁻1 m⁻⁻1. ക്ലിയർ? ഓക്കെ.